അതുപോലെ ഇനിയിപ്പോ ഒരു പാട്രിയാർക്കൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. അപ്പം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളിപ്പം മ്യൂച്വൽ കൺസെന്റ് എന്നൊക്കെ പറയുമല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലൊരു മ്യൂച്വൽ കൺസെന്റിലാണ് ഒരു ബന്ധം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. അപ്പൊ പണ്ട് തൊട്ട് ഇപ്പോഴും പലരും വിശ്വസിക്കുന്ന ഒരു ഇത്, ഇപ്പൊ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് അയാളുടെ കൂടെ പോയാലും പൊതുവെ പറയുന്നത് ഞാൻ അവളെ വളച്ചു, അതായത് അവൾ എൻ്റെ ഇതിൽ വീണു എന്നാണ്. അതായത് സ്ത്രീയുടെ ഒരു ഇഷ്ടത്തെ ഒരിക്കലും അത് അവര് ആ സ്ത്രീ ഇഷ്ടപ്പെട്ട് ഒരാളെ സ്വീകരിച്ചാന്ന് അവർ ഒരിക്കലും പറയില്ല. എൻ്റെ ട്രിക്കിൽ ഞാൻ വളച്ചിട്ടാണ് അവൾ വീണതാണ് എന്ന് ചിന്തിക്കാനാണ് ഇന്നും പുരുഷന്മാർക്ക് ഇഷ്ടം. അപ്പൊ ഇപ്പോഴും അവര് ഒരു 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 പെൺകുട്ടി കുറച്ച് ഇവള് വീഴും, ഞാൻ വിചാരിച്ചെടുത്ത് വീഴും, അങ്ങനെ ഒരു രീതിയിലാണ് ഇവര് നോക്കിക്കാണുന്നത്. അതായത് ആ പെൺകുട്ടിക്ക് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ബോധ്യമുണ്ടെന്നും പെൺകുട്ടി അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പോലും ഉള്ള ഒരു ചിന്തയിലേക്ക് അവർ വരുന്നില്ല. ഇവള് ഞാൻ വളച്ച ഇതിൽ വീണതാണ്, ഇത് എൻ്റെ കഴിവാണ്, ആ ഒരു രീതിയിലാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ അല്ലാതെ ഒരു മ്യൂച്വലിലേക്ക് വരുന്നില്ല. അപ്പൊ ആൾക്കാരെ ഇങ്ങനെ എന്നേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ എന്നേക്കാൾ അറിവില്ലാത്ത വ്യക്തി, ഇവരെ ഒരു ട്രിക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി എപ്പോഴും, അതും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, പാട്രിയാർക്കിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പുരുഷന്റെ ഒരു ഇതിൽ വരുമ്പോൾ ഇത് എപ്പോഴും സംസാരിച്ച് കേൾക്കുന്നതാണ്. അവൾ എൻ്റെ ഇതിൽ വീണതാണ്, അല്ലാതെ അവൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലും ആൾക്കാർക്ക് ഇഷ്ടം ഞാൻ കാണിച്ച എന്തോ ഒരു കഴിവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മാന്ത്രിക വലയത്തിൽ, അല്ലെ എന്നെ ഇഷ്ടപ്പെട്ട് അവൾ വീണു, അവളെ ഞാൻ വീഴ്ത്തി എന്ന് പറയാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ആൾക്കാരല്ല, പുരുഷന്മാരെന്നാ പറയുന്നത്. പുരുഷന്മാര് അതിനെ ഉദ്ദേശിച്ച് അപ്പൊ അത് പുരുഷ മേധാവിത്വപരമായി ഉണ്ടായിരുന്ന സമൂഹത്തിനെയാണ് നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ കവിഞ്ഞ ഒരു ഉത്തരവ് ഇത് സത്യത്തിൽ ഇതിനകത്തും ഇല്ല. നിങ്ങളത് ഞാൻ വേറൊരു തരത്തിൽ അതേ കാര്യം തന്നെയാണ് ഹെറാർക്കിക്കലായിട്ട് പുരുഷ മേധാവിത്വപരമായ സമൂഹം ഉണ്ടാക്കിയത്. പുരുഷന്റെ ബലം എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച ഒരു 6000-7000 വർഷം മുമ്പുണ്ടായ കാർഷിക സമൂഹത്തിനകത്താണ് ആ ഷിഫ്റ്റ് ഉണ്ടായത്. അത് വളരെ വലിയൊരു പ്രോസസ്സാണ്. ഞാൻ അതെല്ലാം വളരെ വിശദമായിട്ട് ഇപ്പൊ ഞാനൊരു വിഷ്വൽ ഓഡിയോ ബുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വിശദമായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതാണ്. അപ്പം പുരുഷന്റെ ബലം എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും ബലത്തിൽ അത് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു നമ്മൾ ഈ ലോകം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അപ്പം സ്ത്രീകൾ ദുർബലരാണെന്നും പുരുഷന്മാർ ദുർബലരല്ല എന്നും ബലമുള്ളവരാണെന്നും തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പം പരസ്പരം അടിക്കാൻ വേണ്ടി ഉണ്ടായ ബലത്തിനെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും തട്ട് സമൂഹത്തിനകത്തെ ന്യായങ്ങൾ അനുസരിച്ചിട്ട് പുരുഷന്മാരായിട്ട് ജനിക്കുന്നവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം, ഞാൻ പ്രാമുഖ്യം കൊടുക്കണം എന്നും വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പുരുഷന്മാരുണ്ടായത്. അത് സ്ത്രീകളുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറാനായിട്ടല്ല ബലം ഉണ്ടായത്, പരസ്പരം അടിക്കാനാണ് എന്നുള്ളത് നമ്മൾ ജനിതകമായിട്ടും എവല്യൂഷണറി ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ ബലം എന്ന് പറയുന്നതിൽ നിന്ന് ഇന്ന് ആധുനിക സമൂഹം ബലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്ന് രൂപപ്പെടുന്നത്, ഇന്ന് സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. സ്കില്ല് അനുസരിച്ചിട്ടാണ് ഇന്ന് രൂപപ്പെടുന്നത്. അത് കാരണം കൊണ്ട് ഒരു ബലവും ആവശ്യമില്ല സ്പേസിൽ പോകുന്നതിനോ പ്ലെയിൻ പറപ്പിക്കുന്നതിനോ. ഇന്ന് ആകെപ്പാടെ സ്പോർട്സിനകത്ത് വെയിറ്റ് പൊക്കുന്നതിൽ മാത്രമേ മീനിങ് ഉള്ളൂ. അല്ലാതെ ഒരു ബുൾഡോസർ ഓടിക്കുന്നതിന് ആണാണോ പെണ്ണാണോ കുട്ടിയാണോന്നോ പോലും അർത്ഥമില്ല. ഇത്തരത്തിലുള്ള വ്യത്യാസം സമൂഹത്തിനകത്ത് നമ്മുടെ സ്കില്ലിലേക്ക് ലോകം മുഴുവനും മാറിയത് കൊണ്ട് തന്നെ ഈ മീനിങ് ഇല്ലാതായതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പുരുഷന്മാരെ പരിശീലിപ്പിക്കാതിരിക്കുന്നത്, വീടുകളിനകത്ത് പരിശീലിപ്പിക്കാതെ അമ്മമാര് തന്നെ പരിശീലിപ്പിക്കാതിരിക്കുന്നത്. പണ്ട് കാലത്ത് ആൺമക്കൾ ഉണ്ടായാൽ സമൂഹത്തിനകത്ത് സ്ഥാനം കിട്ടുമായിരുന്നു സ്ത്രീകൾക്ക്. അതുകൊണ്ടായിരുന്നു ആൺമക്കൾക്ക് പ്രാധാന്യം നൽകി വളർത്തുന്ന അമ്മമാര് തന്നെയായിരുന്നു ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അത് അവിടുന്ന് തുടരുന്നത്. ഇത് ക്ലാസ് റൂമിനകത്ത് ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമാക്കി ഇരുത്തുന്ന പ്രാകൃത ക്ലാസ് റൂംസ് ആണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് അതെല്ലാം മാറി അത്തരത്തിലുള്ള ഇടകലർന്നിരുത്തി അവരെ തുല്യരാക്കി മാറ്റുന്ന പ്രോസസ്സുകൾ ചെയ്യുന്നത് വഴി ഒഴിവാകുന്ന കാര്യം മാത്രമാണ് നിങ്ങൾ പറയുന്നത്. അതല്ലാതെ അപ്പോ ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് വളയ്ക്കുക എന്ന് പറയുന്ന യുക്തി വരുത്തില്ല. ഡേറ്റ് ചെയ്യുന്നത് നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ വളയ്ക്കുന്ന യുക്തി നിൽക്കുന്നത്. ഈ നാട്ടിനകത്ത് ഡേറ്റ് ചെയ്യുന്നവരല്ലേ. ഡേറ്റ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാല് അപ്പുറത്തിരിക്കുന്ന ആളിനെ വളയ്ക്കുന്ന യുക്തി ഒന്നും വരത്തില്ല.
ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് തുല്യമായ പൗരബോധം ഉണ്ടാക്കുമ്പോൾ തന്നെ പരിഹരിക്കപ്പെട്ടു പോകുന്ന ഏരിയകളാണ് അതെല്ലാം. അത് അതിനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അങ്ങനെ അല്ലാതെ ഡൈവോഴ്സ് പണ്ട് അനുവദിച്ചിരുന്നില്ല. അതെ അപ്പൊ അന്ന് വിധവകളെ ഉണ്ടായിട്ടുള്ളൂ, അതെ വിഭാര്യരില്ലായിരുന്നു. ഇല്ല അവര് വീണ്ടും വിവാഹിതരാകും. ഇന്ന് ബാക്കി അങ്ങനല്ല. അപ്പൊ ഡൈവോഴ്സ് ചെയ്ത ആൾക്കാർ വീണ്ടും വിവാഹിതരാകുന്ന ലോകമൊക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത് നമുക്കിപ്പൊ കാണരുതോ. അപ്പൊ അതെ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന മൂല്യബോധങ്ങളാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം. ഓക്കെ അപ്പൊ ഡേറ്റിംഗ് ഇല്ലാതിരിക്കുന്നതും ഇന്നും പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പിന്നെ അങ്ങനെ അല്ലാതെ പറയത്തില്ല. അത് അവര് പറയുമ്പോൾ എന്തോ തെറ്റായിട്ട് പറയുന്നു എന്നുള്ളതല്ല, അവരുടെ യാഥാർത്ഥ്യമാണ്. അപ്പം മതില് ചാടിച്ചു കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്ന് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ ഇപ്പോഴും ഒരു പെൺകുട്ടിയെ കാണാതെ പോയാൽ പരസ്യം വരുന്നത് കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പറയണമെന്ന്, വസ്തുവിനെ പറയുന്ന പോലെയാണ് ഇന്നും പറയുന്നത്. കുട്ടികളെയും പെൺകുട്ടികളും കാണാതെ പോയാൽ ഉടനെ വരുന്ന പരസ്യമാണ് കണ്ടു കിട്ടുന്നവർ എന്നാണ്. അതെ അതെ അപ്പൊ അവിടെ ഒരു പേന കളഞ്ഞു പോയിട്ടോ ഒരു തേങ്ങ കളഞ്ഞു പോയിട്ടുള്ളത് പോലെ തന്നെയാണ് ഒരു മനുഷ്യനെ പറ്റി പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് ഒരു പഴയകാല സമൂഹത്തിന്റെ തുടർച്ച ഇപ്പോഴും നിൽക്കുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. അതല്ലാതെ അത് വേറൊന്നുമല്ല, അത് പുതിയ കാര്യമല്ല. ഇതിന്റെ മറ്റേതിനോട് നേരത്തെ ഞാൻ പറഞ്ഞതിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ്. അപ്പം ആ ഏരിയകളിനകത്തേക്ക് നോട്ടം എത്തണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ ഇത് ആരംഭിച്ചേ പറ്റൂ. അത് LKG ക്ലാസ്സിൽ ആരംഭിക്കേണ്ടതാണ്. അതെ അവിടെ ആരംഭിച്ചിട്ട് ആണും പെണ്ണും നമ്മള് നമ്മുടെ നാട്ടിലെ സ്കൂളിലോട്ട് കുട്ടികളെ വിട്ടാൽ അതിന്റെ പിറ്റേന്ന് തൊട്ട് ആണും പെണ്ണും ആവും അവര്. അതെ ചെറുക്കനും പെണ്ണും എന്നാ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇത് ആ ക്ലാസ് റൂമിനകത്തുനിന്ന് പഠിക്കുന്നതാണ്. അപ്പൊ നമ്മള് വിവേചനം കുറയ്ക്കാൻ വേണ്ടി വിട്ട സ്ഥലത്തു നിന്നും വിവേചനം പഠിച്ചാ വരുന്നത്. തന്നെയാ വരുന്നത്. അതെ വീട്ടിനകത്ത് ജാതിയും മതത്തിന്റെയും വിവേചനം പഠിക്കും, സ്കൂളിൽ പോയി ലിംഗ വിവേചനം കൂടെ പഠിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് പിന്നെ നമ്മളിത് എന്തുകൊണ്ട് ഇത് മാറുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അതേപോലെ മറ്റൊരു ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ കുറെ കുട്ടികൾ എപ്പോഴും പല കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്, പല വീടുകളിൽ നിന്ന്, അവർക്ക് തമ്മിൽ ഒരു ഐക്യം കാണും. പക്ഷെ ഇവർ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സമൂഹത്തിലോട്ട് പോകുമ്പോൾ വീണ്ടും ഇവര് ഈ പറയുന്ന പലരും പറഞ്ഞിട്ടുണ്ട് പണ്ട് അവന് ഭയങ്കര കൂട്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് പണ്ടത്തെ തന്നെയാണ് ആളല്ല. ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ ഭരണഘടന പ്രഖ്യാപിക്കുന്ന ദിവസം എല്ലാവരും തുല്യരായി പോയി എന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കാതെ, അല്ലല്ല അതെനിക്കറിയാം. ഞാൻ അത് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ നാട് ഒരു ദിവസം കൊണ്ട് എല്ലാവർക്കും പ്രഖ്യാപിക്കുന്ന ദിവസം എല്ലാവരും 18 വയസ്സുകാരാവുമോ? ഇല്ല ഇല്ല അത് അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കെല്ലാം വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും 18 വയസ്സിൽ ആരംഭിക്കാനൊക്കത്തില്ല. 90 വയസ്സുകാരനും അവിടെ ഉണ്ട് എന്നുള്ളത് അറിയണം. അപ്പം ആ നിലവാരത്തിലുള്ള സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ഒരു 5ഉം 10ഉം തലമുറ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് സംഭവിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ കാലം എടുത്ത് സംഭവിക്കുന്നതല്ല, പരിശീലിപ്പിച്ച് മാറ്റേണ്ടതും കൂടാണ്. അതെ അതെ അല്ല കാലം കൊണ്ട് മാറുന്നതാണെങ്കിൽ വയസ്സരായ ആൾക്കാരെല്ലാം പെട്ടെന്ന് വിവരമുള്ളവരായി മാറിയേനെ. അതുപോലെ നമ്മൾ അറിയണം. ഇപ്പൊ പുതിയ കുട്ടികൾ പഠിക്കുന്ന എന്തെങ്കിലും അറിയുന്നവരാണോ അമ്മയച്ഛന്മാര്? അമ്മയച്ഛന്മാരിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നവരല്ല കുട്ടികൾ. ക്ലാസ് റൂമിലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ അറിയണം. ഇപ്പൊ ആധുനികമായിട്ട് കോഡിങ് അല്ലെന്നുണ്ടെങ്കിൽ സെൽഫോൺ ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? അമ്മയ്ക്കും അച്ഛനും പഠിപ്പിക്കാൻ അറിഞ്ഞൂടാത്തവരാണ് പ്രസവിച്ച് വളർത്തുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പൊ അമ്മയുടെ അച്ഛന്റെ അറിവ് കൊണ്ടോ ഒരു കുടുംബത്തിനകത്തെ അറിവ് കൊണ്ട് വളരാനൊക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ഈ പറയുന്ന ഒന്നും തന്നെ. ഇത് ക്ലാസ് റൂമിനകത്തേ നടക്കൂ. അപ്പൊ ക്ലാസ് റൂമിനകത്ത് വരുന്ന അമ്മയെ അച്ഛന്മാരെ പരിശീലിപ്പിച്ച് അധ്യാപകരാക്കേണ്ടതുണ്ട്. അതൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തുടരുന്നത്. ഈ ഏരിയകളെല്ലാം മാറേണ്ടതുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് മാറി നമ്മുടെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. നമ്മള് മനുഷ്യ ചരിത്രത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ 10,000 വർഷം കൊണ്ട് ഹെറാർക്കി പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് മതത്തിനകത്തൂടെ ദൈവത്തിന് കീഴടങ്ങി പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന നിലവാരത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരെയാണ് നമ്മൾ ഈ പറയുന്ന തുല്യത പഠിപ്പിച്ചെടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന ഇടങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഡേറ്റ് ചെയ്ത് തുല്യമായ ആണും പെണ്ണുമായിട്ട് പെരുമാറാൻ പഠിപ്പിക്കുകയും പരിശീലിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആൾക്കാരുടെ ഇടയിലാണ് അത് ഉണ്ടാവുള്ളൂ.
അതെ അതെ. അപ്പൊ അതിന് കാലമെടുക്കും, എടുക്കും. സമയമെടുക്കും. ഈ പറയുന്ന റിസോഴ്സസ് ആവശ്യമാണ്, ഇത്തരത്തിലുള്ള പരിശീലനങ്ങളും ആവശ്യമാണെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ സമീപിക്കാം. ആ, അപ്പം ആ, വളരെ നന്ദിയുണ്ട്. താങ്കളോട് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓക്കെ. കുറെ ആ പിന്നെ ഒരു ഒരു കാര്യം കൂടെ ചോദിച്ച് ഒന്ന് നിർത്താണ്. അപ്പം ഈ നമ്മള് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ഇതേപോലെയാണ്. അപ്പം നമ്മള് അത് മനുഷ്യ ബിഹേവിയർ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും പറയും, ഒരു നമ്മൾ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വരണം, അല്ലെങ്കിൽ ഒരു പൊതു ശത്രു ഉണ്ടാവണം. ഒരു പൊതു ശത്രു വരുമ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കും. പക്ഷെ ആ ശത്രു അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ കാണിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ഹിസ്റ്ററി ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇത് മനുഷ്യന്റെ ബിഹേവിയർ ആണോ? എപ്പോഴും ഒന്നിച്ച് നിൽക്കാൻ ഒരു പൊതുശത്രു വേണോ? ആ ഒരു അങ്ങനെ ഒരു ഇപ്പൊ ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കാമല്ലോ. അപ്പൊ അതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതല്ല, അത് പറഞ്ഞത് നമ്മൾ പൊതുശത്രു വേണം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അത് റിസോഴ്സസുകൾ ഇല്ലാതിരുന്ന കാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ കാര്യമായി പറയുന്നത്. അതെ ഇന്ന് അങ്ങനല്ല. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ ഈ 800 കോടി ജനത്തിനും വളരെ സൗകര്യപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന അത്രയും റിസോഴ്സസ് ഉണ്ടായിരിക്കുമ്പോൾ നടക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ നമുക്കുള്ളത്. അതെ അപ്പൊ റിസോഴ്സസ് ക്രഞ്ച് ഉള്ളപ്പോൾ മനുഷ്യര് എന്ന് പറഞ്ഞാൽ നമ്മൾ എവല്യൂഷണറി പ്രോസസ്സിലാണ് നമ്മൾ രൂപപ്പെടുന്നത്. ധാരാളം ഉള്ള സ്ഥലത്ത് നമ്മൾ ഇല്ലായ്മയുള്ള മനുഷ്യരായിട്ട് പെരുമാറത്തില്ല. അത് പരിശീലനം കൂടെ നമുക്ക് ഈ കോൺഷ്യസ് ആക്ടേഴ്സ് ആയി നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതെ നമ്മൾ എന്താണ് ചെയ്യുന്നതിന്റെ പരിണിത ഫലത്തിനെ പറ്റി അറിവുള്ളത് കൊണ്ടാണ് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കുട്ടിക്കാലത്ത് തൊട്ട് കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണ്, അവരുടെ മനസ്സെങ്ങനെ രൂപപ്പെടുന്നു. പണ്ടങ്ങനല്ല, മനസ്സുമായിട്ട് ഇങ്ങ് വരികയാണെന്നായിരുന്നു, ജനിക്കുമ്പോൾ മനസ്സുമായിട്ട് വരുന്നു എന്നായിരുന്നു പഠിച്ചു വെച്ചിരുന്നത് നമ്മള്. അല്ല മനുഷ്യർ വന്ന് ജനിക്കുക എന്നായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനല്ല, കുഞ്ഞിനെ രൂപപ്പെടുത്തുകയാണെന്ന് നമുക്കറിയാം. അപ്പം ആ നിലവാരത്തിൽ ജനിതകമായിട്ടുള്ള അറിവ് വരുന്നതിനെ ചുറ്റുപാടുമായി ഇണക്കി എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നുള്ള അറിവുള്ള കാലത്താണ് ഇന്ന് നമ്മളുള്ളത്. അപ്പം അതുകൊണ്ട് ഈ തരത്തിലുള്ള റിസോഴ്സ് ക്രഞ്ച് ഉണ്ടായിരുന്ന കാലത്തായിരുന്നു നമ്മൾ വലിയ പ്രശ്നങ്ങളുള്ള ഒരു പൊതുശത്രു വരുമ്പോൾ യോജിക്കുകയും, പൊതുശത്രു പോകുമ്പോൾ റിസോഴ്സ് ക്രഞ്ച് കാരണം വീണ്ടും പഴയതുപോലെ പെരുമാറുകയും ചെയ്യുന്നവരായി മാറുന്നു എന്ന് പറയുന്നത് ഉണ്ടായത്. ഇന്ന് അങ്ങനല്ല, നമുക്ക് കോൺഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരായിട്ട് മാറ്റാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞില്ലേ, കാലമെടുക്കുന്ന കാര്യങ്ങളാണ്, തലമുറകൾ മാറേണ്ടതുണ്ട്. അതെ രൂപപ്പെട്ടു പോയ കതിരിൽ വളം വെക്കുന്നത് പോലെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതല്ല, പരിശീലിപ്പിച്ചുണ്ടാക്കുന്ന. സാക്ഷരതാ പ്രവർത്തനം കൊണ്ട് അമ്മയും അച്ഛനെയും കോഡിങ് പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നറിയേണ്ടതുണ്ട്. കുട്ടിക്കാലത്ത് തൊട്ട് പരിശീലിച്ച് സ്വഭാവമാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് റൂമിനകത്ത് ആരംഭിക്കുന്ന ഏരിയകളാണ് ഈ പറയുന്നതെല്ലാം. അത് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനകത്ത് അപ്പോഴും റിസോഴ്സസിന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കാലതാമസം എടുക്കും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കാട്ടിനകത്ത് ഇന്നൊരു രാജ്യത്തെ പൗരനായിട്ട് പോയിട്ട് പ്രജ പോലും ആയിട്ടില്ലാത്ത കാട്ടിലെ മനുഷ്യര് ഹണ്ടർ ഗാദറേഴ്സ് ആയി കഴിയുന്നവർ തൊട്ട് നമ്മൾ ഈ മെട്രോ നഗരങ്ങളിൽ വരെയുള്ള ജനങ്ങളുടെ റേഞ്ചിലാണ് മനുഷ്യരുള്ളത്. അല്ല, മനുഷ്യരെല്ലാവരും ഒരുപോലെ കാര്യങ്ങള്, ഇപ്പൊ ഇന്ത്യയിലെ പൗരന്മാരെല്ലാം ഒരുപോലെ പൗരബോധം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇതൊക്കെ കാലമെടുക്കും. കാട്ടിൽ കഴിയുന്ന ആദിവാസികൾക്ക് ഒരിക്കലും രാജ്യം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരാണ്. ആ രാജ്യം തന്നെ ഉണ്ടായിട്ടില്ലാത്തവർക്കാണ് പൗരബോധം ഉണ്ടാകുക എന്ന് പറയുന്നതിനൊക്കെ അവരുടെ മക്കളുടെ മക്കൾക്ക് മാത്രമേ അവരാകുകയുള്ളൂ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഒരു 500 വർഷത്തിന് ശേഷം ചോദിക്കേണ്ട പല ചോദ്യങ്ങളും നമ്മൾ ഇന്നിരുന്ന് ചോദിച്ചാല് നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾ തന്നെ ദേഷ്യം വരും. അതായത് നമ്മളെല്ലാരും തുല്യത ശ്രമിക്കുമ്പോൾ അവര് തിരിഞ്ഞ് അങ്ങനെയല്ല, അവര് നമ്മളെ അത് അങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെ പോവും. നമ്മൾ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ 100 വർഷം എടുത്തിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ 100 വർഷത്തിനകത്തുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളെ നോക്കി പറയുന്നുണ്ടാവും, നിങ്ങൾ എന്തിനാണ് ഇതിനകത്തൊക്കെ ഇങ്ങനെ നടക്കുന്നത്, ഒരിക്കലെങ്കിലും ഇവർ പോവുമോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിരുന്ന കാര്യം എങ്ങനെ മാറി എന്ന് നമ്മൾ അറിയുന്നത് പോലെ അറിയേണ്ടതാണത്.
അപ്പം റിസോഴ്സസ് ലോകത്ത് രൂപപ്പെടുന്നതനുസരിച്ചിട്ട് ഇന്ന് നമുക്കറിയാം ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് പോലെ അല്ല, നമുക്ക് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ആ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത്, പൗരന് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നിടത്ത് എത്തിയിട്ടുണ്ട്. പണ്ട് പൗരൻ ഡിമാൻഡ് ചെയ്താലും കൊടുക്കാൻ കാണത്തില്ല. ഇല്ല. ഇന്ന് അങ്ങനല്ല. ഇന്ന് അനുചിതമായി കൊടുക്കാതിരിക്കുന്ന സ്ഥലത്താണ് സത്യത്തിലുള്ളത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ധനമുള്ള രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് എന്തിനാണ് ആൾക്കാർ റോഡിൽ കിടക്കേണ്ട ആവശ്യം? അപ്പോഴാണ് നമ്മൾ അത് അനീതിയാണെന്ന് പറയേണ്ടി വരുന്നത്. അതുപോലല്ല നമ്മൾ ആദിവാസികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് അവരിപ്പോഴും ഹണ്ട് ചെയ്ത് ഗ്യാദർ ചെയ്യുന്നവരടുത്ത് കിടക്കുകയാണ്. മീനെ കടലിൽ പോയി മീനെ പിടിക്കുക എന്ന് പറയുന്നതല്ല, കൃഷി ചെയ്യുന്നവരായിട്ട് മാറിയിട്ടില്ലാത്തവരാണ്. ഇതൊക്കെ ആ ഏരിയകളൊക്കെ നമ്മൾ ഇനിയും നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതായ സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. അപ്പൊ ധൃതി പിടിച്ച് പരിഹരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ധൃതി പിടിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. അത് റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതും നിയമപരമായിട്ട് എല്ലാ സ്ഥലങ്ങളിനകത്ത് ഒരു ഏകീകരണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ട്രെയിനും ബസ്സും കാറും പ്ലെയിനും എല്ലാം ഉണ്ടായി, അതെല്ലാം ഒരുപോലെ ആയിക്കൊണ്ടാണ് ലോകത്ത് വരുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അതിനകത്ത് യാത്രക്കാരെല്ലാം ഒരുപോലെ പെരുമാറുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം എന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ഒരേപോലത്തെ ആണെങ്കിലും കഴിഞ്ഞു. അല്ല, അത് വ്യത്യസ്തമായിട്ട് ഒരേ വിഷയം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാലയളവ് എടുക്കും. നമ്മൾ മനസ്സിലാക്കുക, കോൺഷ്യസ് അതിനകത്താണ് നമുക്ക് ഈ പഴയ ശീലം കൊണ്ട് യുദ്ധം ചെയ്യുന്നവരായിട്ട് ഇന്നും നിൽക്കുന്ന കാരണം കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്ന് തോന്നുന്ന നിരാശത ബാധിച്ച ജനതയായി നമ്മളൊക്കെ നിൽക്കാവുന്ന നിമിഷങ്ങളൊക്കെ നമുക്കുണ്ടാവും. പലരും അപ്പം ഈ പഴയ വാല്യൂസ് പഠിച്ചവര് നമ്മളെ കാണുന്നത് എന്തോ ഈ എന്താ നമ്മളെന്തോ എന്തോ പ്രശ്നമുള്ളവരായിട്ടാണ്. അപ്പൊ അവര് ശ്രമിക്കുന്നു അങ്ങനെയുള്ള. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, കുറെ നാള് കൊണ്ട് ചില തലമുറ ചത്തു മാറുന്ന വഴിയേ അത് മാറുകയുള്ളൂ എന്നും കൂടെ അറിയണം. കതിരിൽ വളം വെക്കാൻ പറ്റത്തില്ല, അതറിയണം. അതെ, എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഞാനിങ്ങനെ ഇത് അനലൈസ് ചെയ്യുന്നതാണ് ക്രൗഡ് ബിഹേവിയർ. നമ്മളിപ്പോ അപ്പൂപ്പനെ അമ്മൂമ്മയും അച്ഛനെ അമ്മയും ഒക്കെ നന്നാക്കി കളയാ എന്ന് തെറ്റിദ്ധരിച്ച് ആരംഭിക്കണ്ട. വളർത്തുന്ന മക്കളെ രൂപപ്പെടുത്തുന്നതാണ് ശ്രദ്ധ വേണ്ടത്. അപ്പൊ ഇപ്പൊ പഴയ ജനറേഷനെ ഞാൻ മാറ്റുന്നില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പഴയ ജനറേഷൻ അവര് അധികാരമുള്ളവരും ബലമുള്ളവരാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. അതെ അതെ, അതും മറക്കണ്ട. അപ്പൊ അതിനുള്ള ഡിഫൻസസും നമ്മൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. ഒഴിയേണ്ട ആവശ്യങ്ങൾ വരും. അവര് ചത്തു മാറിയിട്ട് മാത്രം തന്നെ ലോകത്ത് മാറ്റം വരുവുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ മാറ്റാൻ പറ്റത്തില്ല. കുട്ടികളെ രൂപപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പം ചിലപ്പം ഈ കറക്റ്റ് ആയിട്ടൊരു കുട്ടിക്കാലം കിട്ടാത്ത കുട്ടികളുണ്ടല്ലോ, അതിപ്പോ ഇവിടെ ആണെങ്കിൽ അതുകൊണ്ട് ലോകത്ത് അങ്ങനെയാണ്. ലോകത്ത് എല്ലാവർക്കും നീതി ഉണ്ടാകുന്ന ലോകം ഇവിടെ ഈ പറഞ്ഞ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പം അങ്ങനല്ല നമ്മൾ വന്നിരുന്നത്, ഒന്നൊന്നിനെ പിടിച്ചു തിന്നുന്ന ലോകത്താണ് രൂപപ്പെട്ടത്. അത് കാരണം കൊണ്ട് കീഴടക്കാനും കൊല്ലാനും തിന്നാനുമായിട്ട് തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രകൃതിക്കകത്താണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ അതിരിനകത്ത് ഉണ്ടാക്കുന്ന സ്വസ്ഥതകൾ മാത്രമേ ലോകത്തുള്ളൂ. അല്ലാതെ അതിന് പുറത്ത് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. ബാക്ടീരിയ നമ്മുടെ അടുത്ത് നല്ല ആളിനെ പിടിക്കണ്ട, ചീത്ത ആളിനെ പിടിക്കാവുന്ന ഒരു ബാക്ടീരിയ വിചാരിക്കത്തില്ലെന്ന് നമ്മൾ അറിയണം. ഒരു മേളിൽ നിന്നൊരു തേങ്ങ വീഴുമ്പോ നല്ല ആളിന്റെ തലയിൽ വീഴണ്ട, ചീത്ത ആളിന്റെ തലയിൽ വീണാൽ മതി എന്ന് വിചാരിക്കുന്ന ലോകമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിനകത്ത് നീതി ഉണ്ടെന്നും പ്രപഞ്ചത്തിനകത്ത് ന്യായമായ കാര്യങ്ങൾ നടക്കുന്നതെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കണ്ട. ഒരു നല്ല ദൈവവും ഇല്ല, നല്ല പ്രകൃതിയില്ല. അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പുത്തൻ അറിവുകളും പുത്തൻ ഡിഫൻസസുകളും അതിനകത്ത് ഉണ്ടാക്കുന്ന നീതിബോധങ്ങളും മാത്രമേ ലോകത്തുള്ളൂ. അല്ലാതെ പ്രപഞ്ചത്തിലില്ല. ഒരു ഉൽക്ക വന്ന് ഇടിച്ചാലേ ഇവിടെ ജീവനുണ്ട്, മര്യാദ കഴിയുന്ന ആൾക്കാരെയൊക്കെ ഒഴിവാക്കി ഇടിക്കുന്നു എന്ന് പറയുന്നൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. സോളാർ ഫ്ലെയർ ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ ഇരിക്കുന്ന മനുഷ്യർക്ക് ദ്രോഹം വരുമോ എന്ന് വിചാരിച്ചിട്ടല്ല അത് പൊട്ടിത്തെറിക്കുന്നത്. ഇതൊക്കെ അറിയണം. അതുകൊണ്ട് വെറുതെ ഇല്ലാത്ത പ്രപഞ്ചം മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ദൈവം എല്ലാത്തിടത്തും കറക്റ്റായിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുള്ള തെറ്റിദ്ധാരണയൊക്കെ വെച്ചുകൊണ്ട് ലോകത്തിനെ മനസ്സിലാക്കുന്ന മനുഷ്യരോട് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനും പാടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വളരെ ഹോസ്റ്റൈലായി ജീവൻ സാധ്യമായിട്ടുള്ള സ്ഥലത്തല്ല ജീവൻ ഉണ്ടായതെന്നും
അവിടെ ഉണ്ടായി വന്നിരിക്കുന്ന രീതിക്കകത്ത് സാധ്യമായ നീതിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. അതെ. അത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ സന്തോഷം. ശരി.